നമസ്കാരം കൂട്ടുകാരെ, താഴ്ന്നവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അയലക്കറി ഉണ്ടാക്കാൻ വന്നതാണ്. ഇന്നത്തെ സ്പെഷ്യലാണ് എൻ്റെ അയലക്കറി. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. പോകുന്നുണ്ട് കേട്ടാ. അയലക്കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അയലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു മണ്ടച്ചട്ടി എടുത്തു. ഞാൻ മീൻകറി എപ്പോഴും മണ്ട ആഴത്തിലാണ് ഉണ്ടാക്കല്. അപ്പോൾ അതുകൊണ്ട് മണ്ടച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുന്ന വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ടു. മീൻകറിയിൽ ഉലുവയും കൂടി ഇടും. അതിൻ്റെ ഒപ്പം ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് ഇപ്പം ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഓരോന്നേ അരി ചേർത്ത് കൊടുക്കാം. സവാള എരിഞ്ഞ് വെച്ചിട്ടുണ്ടായത് അത് ചേർത്തിട്ടുണ്ട്. സവാള കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുളക് പൊടിയെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ സവാളയിൽ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പരാകുമ്പോൾ മുളക് പൊടി അത്ര മൂത്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ നീക്കി വെച്ചിട്ട് നടുഭാഗത്ത് ലേശം സ്ഥലമാക്കിയിട്ട് അതിലത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വല്ല മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിനൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് ചെയ്ത് കൊടുക്കാം. പൊടി മൂത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കെല്ലാം കൂടി ഒന്ന് ഇതാക്കാം. നമ്മൾ ഈ ഉള്ളിയിലൊപ്പം ഇടുമ്പോൾ ആ പൊടിക്ക് അത്ര കണ്ട് മൂപ്പത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും കൂടി ഒരു പച്ചച്ചവ മാറുന്നത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ഇനിയിപ്പോൾ അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി ഉടഞ്ഞ് വരണം. ഉടഞ്ഞ് വന്നതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് നന്നായി ഉടഞ്ഞ് ഒരു അമ്പത് ലേശം വെള്ളം കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വേവിക്കുന്ന സമയത്ത് നന്നായി വെന്തുടഞ്ഞ് വരും. അത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അതിൻ്റെ അടി കുടിച്ചു പോകും. പൊടികളെല്ലാം ഇല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്ന് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 2 മിനിറ്റ് സമയം ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ നന്നായി വെന്തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഒരു ചെറുള്ളി നാരങ്ങ വലുപ്പത്തിൽ പുളി വീഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആ വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ നന്നായി ഉടഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. പുളിവെള്ളം കൂടി നമുക്ക് ഇതിൽ ചേർത്തിട്ട് നമുക്ക് ഈ കറിക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വെക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. നമുക്ക് വേണമെന്ന് കുറച്ച് ഇതിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ മീനിട്ട് കൊടുക്കാം. അതിലത്തേക്ക് ഒന്ന് നന്നായി അങ്ങനെ നമ്മളെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലത്തേക്ക് നമുക്ക് ഇനിയിപ്പം മീൻ ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം മീൻ ഇട്ടിട്ടുണ്ടായിട്ട് അതിലെല്ലാം പെട്ടെന്ന് വെന്ത് വരുന്ന മീനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലത്തേക്ക് മീനിട്ട് കൊടുക്കുന്നത്. മീനിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് സമയം. മീൻ നന്നായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലത്തേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിട്ട് അത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആദ്യം വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട്. ഇതിൽ നന്നായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളപ്പിക്കണമെന്നില്ല. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് മൂട് തുറന്ന് നോക്കാം. അതിന് ഉപ്പ് പറ്റി നോക്കട്ടെ. ഞാൻ ഇതിലത്തേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിട്ട് ആ മീൻ നേരത്തെ ഉപ്പ് വരക്കി വെച്ചതേ ഉള്ളൂ. ഉപ്പ് പറ്റിയിട്ട് ലേശം ഇടാം. പുളിയെല്ലാം കൂട്ടിയതുകൊണ്ട് ഉപ്പ് നന്നേ കുറവ്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലും കൂടി കൂട്ടാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. തീ ഓഫ് ചെയ്യാനിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം കഴിയുമ്പോൾ തുറന്ന് നോക്കാം.
കണ്ടില്ലേ നമ്മളെ കറി അങ്ങനെ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അയലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ എല്ലാവരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.